കാണുന്ന പ്ലസ്സുകാർക്ക് വേണ്ടി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കുട്ടികൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അത് തുടങ്ങിയപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രത്യേകിച്ചൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ എഴുതുന്നു. ചില ടീച്ചേഴ്സ് പിന്നെ ഇത്തിരിയോടൊക്കെ ഡീപ്പായിട്ട് പറയുമ്പോൾ ഇത്തിരിയോടൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഇതെന്തായാലും ഇച്ചിരി നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ തലേ കയറുള്ളൂ കേട്ടോ. നമ്മൾ മറ്റുള്ള ഇപ്പോൾ മെട്രിക്സ്, ഡിറ്റർമിൻസ്, ഇൻവേഴ്സ് അങ്ങനെയുള്ള ആ ചാപ്റ്ററുകൾ പഠിക്കുന്ന ആ രീതി കൂടെ പഠിച്ചാലൊന്നും മനസ്സിലാകത്തില്ല. ഇതൊരു ലോജിക് പ്രോബ്ലംസ് ഫുൾ ഈ ചാപ്റ്ററിനുള്ളിലുള്ളതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി തന്നെ എഴുതുന്നതിനേക്കാളും കൂടുതൽ എഴുതുന്നത് എന്തുമാത്രം മനസ്സിലാകുന്നു എന്നുള്ളതാണ്. എഴുതാനൊക്കെ ഉള്ളത് കുറവാണ് താനും, പക്ഷേ എഴുതുന്നതെല്ലാം കുറേ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് അത്ര ഇഷ്ടമേ അല്ല കേട്ടോ. എന്നാലും നമുക്കിപ്പോൾ ഒന്ന് പഠിച്ചേക്കാം. ഇത് നോക്കുക, മനസ്സിലാവുന്നുണ്ടോ നോക്കിയത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സ് കൂട്ടുകാർക്കുണ്ടല്ലോ, ഒന്ന് ചുമ്മാ ഒരു ഷെയറിങ് അത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഫുൾ ചാപ്റ്റേഴ്സിനെയും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസ് തന്ന്, മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്ററൊക്കെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഒക്കെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പഠിക്കും. ഓക്കെ, പിന്നെ അങ്ങോട്ട് വരുന്ന കാൽക്കുലസ്, ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻസ്, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ, നെക്സ്റ്റ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പ്രോബബിലിറ്റി ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൺസെപ്റ്റോടുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടിപൊളി ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു. കൺസിഡർ എഫ് ഫ്രം R to R ഡിഫൈൻഡ് ബൈ f of x equal to 1 plus x square. ചെക്ക് വെദർ f is 1 onto or bijective. അപ്പോൾ ഇത് 1 ആണോ onto ആണോ എന്നൊക്കെ ഉള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1 എന്ന് പറയുന്നത് അങ്ങോട്ട് ചെക്ക് ചെയ്യാം. 1 എന്താ ഈ 1 എന്ന് പറയുന്നത്? എല്ലാവർക്കും വല്ല ഓർമ്മയുണ്ടോ? 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊന്ന്, വേറൊരാൾക്ക് വേറൊന്ന് എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് ആദ്യം ഇതുണ്ടോ, ഈ സെറ്റൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്നും നമ്മൾ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കത്തില്ല. അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ അതിനെന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1 നമുക്ക് ആദ്യം ചെറിയൊരു എക്സാമ്പിൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് എഴുതി പിടിപ്പിക്കാം. നമ്മൾ വേണ്ട എക്സിന് ഞാനൊന്ന് 2 കൊടുക്കുകയാണേ. എക്സിന് അങ്ങോട്ട് 2 കൊടുത്താൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കിക്കുക. 1 plus x സ്ക്വയറിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 1 plus 2 സ്ക്വയർ. ആൻസർ ആരാ? 5. 2 സ്ക്വയർ 4 plus 1 5. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് എക്സിന് ആരാ? -2 കൊടുക്കുമ്പോൾ, ഈ എക്സിന് -2 കൊടുക്കുമ്പോൾ 1 plus x സ്ക്വയർ എന്നുള്ളത് 1 plus -2 the whole square, that is 1 plus 4, that is also 5. കഴിഞ്ഞു. 1 അല്ല കേട്ടോ മക്കളെ, കഴിഞ്ഞു. 1 ഒന്നും അല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സിനെ കൊടുത്തു. 2 കൊടുത്തു, -2 കൊടുത്തു. രണ്ട് ഡിഫറെൻറ്റ് നമ്പറാണ്. 2 -2 രണ്ട് ആൾക്കാരില്ലയോ? നമ്പർ ലൈനിൽ രണ്ടടുത്ത് കിടക്കുന്നവരാണ്. പക്ഷേ ആൻസർ എന്തായി? സെയിം ആയി. അപ്പോൾ ഇതെന്തല്ല? 1 അല്ല. ഓക്കെ, ചെറിയൊരു കണ്ട് ഫിഗറൊക്കെ വരച്ചാൽ എക്സെട്ര ഇത് 6 ആണ്, ഇത് 6 ആണ്. കണ്ടല്ലോ, R to R കണ്ടല്ലോ. നമുക്ക് കുറച്ചങ്ങോട്ട് കൊടുക്കാം, നെഗറ്റീവ്സ് കൊടുക്കാം. നെഗറ്റീവ് -3 -2 -1 0 1 2 3 4 5 6. ഓക്കെ, നെക്സ്റ്റ് എക്സെട്ര -3 -2 -1 0 1 2 3 4 5 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് എക്സിന് ഇപ്പോൾ ആരെയാണ് കൊടുത്തത്? 2 കൊടുത്തത് അല്ലേ? രണ്ട് ഇപ്പോൾ 2 കൊടുത്തപ്പോൾ ആൻസർ എത്ര ആയിട്ട്? 5. വേണ്ട 4 5 6 ആണോ? 2 നിന്നും 5 -2 ഞാൻ കൊടുത്തപ്പോഴും 5. അപ്പോഴേ കഴിഞ്ഞത് കണ്ടോ? രണ്ട് ഡിഫറെൻറ്റ് നമ്പറിൽ നിന്നും ഒറ്റയിടത്തോട്ട്, മീൻസ് 2 പേര് ഒരാളെ കിട്ടി. നടക്കത്തില്ല, ഇവിടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നില്ല. 2 പേര് കിട്ടുന്നെങ്കിൽ അത് 2 പേരേ ആയിരിക്കണം. 3 പേരുണ്ടെങ്കിൽ 3 പേരേ ആയിരിക്കണം. അതാണ് 1 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും 10 ഇടത്തോട്ടായിരിക്കണം നമ്മുടെ മാരേജ്, കല്യാണം. ഇവിടെ 2 പേര് ഒരാളെ കിട്ടി എന്നുള്ളൊരു പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചത്. അതൊന്നും ഇവിടെ പ്രശ്നമാണ്. നമുക്ക് 1 ആവില്ല. ഓക്കെ, അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിലോട്ട്, വേറെ ആളുണ്ടെങ്കോ വേറൊരിടത്തോട്ട് പോകോ, മൂന്നാമതുണ്ടോ അവിടെ മൂന്നാമതൊരിടത്തോട്ട് പോകോടാ. അല്ലാതെ ഒരിടത്തോട്ട് പോയിടത്തോട്ട് പിന്നെ വേറെ അവിടോട്ട് വരരുത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ എങ്ങനെയാണ് എഴുതി പിടിപ്പിക്കുന്നത് നോക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ f of x1 equal to f of x2. ഇങ്ങനെ വേണം നമ്മൾ 1 എന്നുള്ളതിൻ്റെ പ്രൂവ് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിന് വേണ്ടി ദാറ്റ് ഈസ് 1 plus x1 സ്ക്വയർ 1 plus x2 സ്ക്വയർ 1 ക്യാൻസൽ, x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ, x1 ഈക്വൽ ടു റൂട്ട് ഓഫ് x2 സ്ക്വയർ. സാധാരണ സിംപ്ലിഫിക്കേഷൻ ആണേ. 1 ക്യാൻസലായി, x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ. നമുക്കറിയാം a സ്ക്വയർ ഈക്വൽ ടു 25, then a ഈക്വൽ ടു റൂട്ട് ഓഫ് 25. അപ്പോൾ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ, then x1 ഈക്വൽ ടു റൂട്ട് ഓഫ് x2 സ്ക്വയർ.
നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ കൂടെ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. എന്തൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് x2, ശരിയല്ലേ? പ്ലസ് ഓർ മൈനസ്, ഇവിടെ പ്ലസ് ഓർ മൈനസ് എടുക്കണം, കാരണം റിയൽ നമ്പർ ആകുമ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി കണ്ടോ. അപ്പോൾ x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്നുള്ള രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും എന്താകത്തില്ല, 1 ആവില്ല. ഒരു വാല്യൂ ആയിരുന്നെങ്കിൽ യെസ് ദാറ്റ്സ് 1. ഓക്കെ, x1 ഈക്വൽ ടു x2, ഇവിടെ അങ്ങനല്ലേ, x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്ന് പറഞ്ഞാൽ കണ്ടോ, +2-നും -2-നും ആൻസറുകൾ ഫംഗ്ഷൻ്റെ വാല്യൂസുകൾ എന്തായി, ഈക്വലായി, ഒരിക്കലും നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് 1 അല്ല. therefore നമ്മൾ എഴുതും therefore if is not 1. ഈ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ 2 - 2 കൊടുക്കുന്നത് കാണിക്കുക, അതിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ഓൺ ടു. പിന്നെ ഞാൻ ഓൺ ടുവിലോട്ട് പോവാണേ, ഓൺ ടു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ ഓൺ ടുവിനെ അങ്ങോട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓൺ ടുവിനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ -3 നിന്ന് എങ്ങോട്ടായിരിക്കും, -3 നിന്ന് എങ്ങോട്ടായിരിക്കും നമുക്ക് പോകുന്നത്? നോക്കി, ഇവിടെ -3 കൊടുത്തു കഴിഞ്ഞാൽ 1 + -3 സ്ക്വയർ, -3 സ്ക്വയർ 9 + 1 10 അല്ലേ. ഓക്കെ, -3 നിന്ന് 10-ലോട്ട് പോയിട്ട് ഇവിടെ കണ്ട് 10 ഉണ്ട് കേട്ടോ. +3 കൊടുത്താൽ എത്ര? 10. അപ്പോൾ 0 കൊടുത്താൽ എത്ര? 0² + 1, 0² + 1 ആവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം കണ്ടോ, എന്തായിരുന്നു ഈ ഓണ്ടുവിൻ്റെ മീനിങ്? സെക്കൻഡ് സെറ്റിൽ എലമെൻറ്റുകൾ ഫ്രീ ആയിട്ട് കിടക്കാൻ പാടില്ല, എല്ലാ നമ്പറിലോട്ടും ആരോസ് ഇങ്ങനെ വന്ന് ഇട്ടിക്കണം. ഓക്കെ, ഇവിടെ ഇടിക്കുന്നില്ല, അതുകൊണ്ട് ഇവരെല്ലാം കാഴ്ചക്കാരാ. നെഗറ്റീവ് നമ്പറിലോട്ട് ഒരിക്കലും എന്ത് വരത്തില്ല, ആരോസ് വരത്തില്ല. ബിക്കോസ് ഹിയർ ഫംഗ്ഷൻ ഈസ് 1 + x². 1 + x² ഈസ് ഓൾവേസ് പോസിറ്റീവ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഏത് റിയൽ നമ്പറിന്, എക്സിൻ്റെ ഏത് റിയൽ നമ്പറിന് കൊടുത്താലും 1 + x² ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ 0 ഇവിടെ എന്താണ്, 0-ലോട്ട് പോലും പോവില്ല കേട്ടോ. 0 അവിടെ ഉണ്ട്, അവരുടെ കൂട്ടത്തിലാണ് കേട്ടോ, ഇവരുടെ കൂട്ടത്തിലായി 0-ലോട്ട് ആരോ വരത്തില്ല. എക്സിന് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 0 വരുമോ? ഇല്ല. എക്സിന് ആരെ കൊടുത്താലും x² വാല്യൂ നമുക്ക് വരുമ്പോഴത്തേക്കുണ്ട്, എക്സിന് ഇപ്പോൾ 0 കൊടുത്തു, 0 കൊടുത്താൽ പോലും 1 + 0² ആൻസർ അപ്പോഴും 1 വരുന്നത് കേട്ടോ. 0-ൽ നിന്ന് പോലും എങ്ങോട്ടാണ്, 1-ലോട്ടാണ് ആരോ വന്നേക്കുന്നത്. ഒരിക്കലും 0 പോലും ആരോ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും പേരും ഫ്രീ. ഓക്കെ, അപ്പം അത്രയും പേര് ഫ്രീ ആയതുകൊണ്ട് therefore if is not on to, that's all. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് എഴുതുന്നത്? ഹിയർ. ഓക്കെ, ഹിയർ റേഞ്ച് ഈസ് ഈക്വൽ ടു, നമ്മളിവിടുത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം പോസിറ്റീവ് നമ്പേഴ്സുകളെ കിട്ടുന്നത് കേട്ടോ. 1 തൊട്ട് ഇങ്ങോട്ടുള്ള വെച്ചാൽ 1 അല്ല, ഇനിപ്പുറത്തൊക്കെ ഉള്ളവരുണ്ട്, ഞാൻ പറഞ്ഞില്ല. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെയാണ് നമുക്കിവിടെ കിട്ടുന്നത് റേഞ്ചിൽ. ബട്ട് നമ്മുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കോഡൊമൈൻ കേട്ടോ. എപ്പോഴും നമ്മുടെ ഓണ്ടു ആണെന്നുള്ളത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാനുള്ളത് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് കിടപ്പുണ്ടോ എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇത് എഴുതി പിടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടോ ഓണ്ടു അല്ല, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല കേട്ടോ. ഫ്രീ സെക്കൻഡ് സെറ്റ് ചെയ്താണ്ട് അവരെയൊക്കെ കണ്ടോ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും ആൻസർ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പരിപാടി, റേഞ്ച് കോഡൊമൈൻ ഈക്വലാണ്. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ ഈക്വലാണ്. ഇവിടെ നോക്കിക്കേ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ആരോസ് ചെന്ന് മുട്ടിയേക്കുന്നവരെയാണ് ആരെന്ന് വിളിക്കുന്നത് റേഞ്ച്. ഓക്കെ, കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള്, ഇത് ഫുള്ളാണ് കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈൻ റേഞ്ച് തമ്മിൽ ഈക്വലാകുന്നില്ല, കാരണം ഇവരിലോട്ടൊന്നും ആരോസ് വരുന്നില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരോസ് ചെന്നവർ, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് തമ്മിൽ ഈക്വലാവുന്നില്ല. therefore റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ ആർ. ഓക്കെ, കോഡൊമൈൻ ആർ. therefore if is not on to, that's all. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ, ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. മാത്സിനെ പിന്നെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്ര ഞാനിപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം, കാരണം നിങ്ങളുടെ എക്സാം വരെ നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. ടഫ് ചാപ്റ്റർ മീൻസ് കാൽക്കുലസ് അവിടെയൊക്കെ വരുമ്പോൾ സിമ്പിൾ ട്രിക്സുകൾ കൂടെയൊക്കെ നമ്മുടെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകൾ തരും. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.